CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതി. 300-നെതിരെ 452 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയുടെ വിജയം. വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 19 പ്രതിപക്ഷാംഗങ്ങൾ CP രാധാകൃഷ്ണന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി തത്സമയം പ്രൈം ടൈമിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. ബൽറാം, ഈ ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണല്ലോ ഇത്രയധികം ആളുകൾ കൂറുമാറി വോട്ട് ചെയ്തു എന്നുള്ളത്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ. വലിയ തോതിലുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്നുള്ളത്. ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് പതിവിലും വീറും വാശിയും നിറഞ്ഞതായിരുന്നു. ഇതൊരു രാഷ്ട്രീയ പോരാട്ടം, ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടം എന്ന പ്രതിപക്ഷം തന്നെ വിശേഷിപ്പിക്കുകയും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിരുന്നതാണ്. കടുത്ത മത്സരം നടന്നു. BJPക്ക് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് പോലും അവകാശപ്പെട്ടത് 427 വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ വോട്ടുകൾ, അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 767 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 752 സാധുവായ വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. അതിൽ 452 വോട്ടുകൾ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 15 വോട്ടുകൾക്കും 19 വോട്ടുകൾക്കും ഇടയിൽ വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് നടന്നതായാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ക്രോസ് വോട്ടിംഗ് വ്യാപകമായി തന്നെ ഉണ്ടായി എന്നും ദേശവിരുദ്ധമായ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ച സഖ്യം പരാജയപ്പെട്ടു എന്നുമുള്ള വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. അതേസമയം NDA ക്യാമ്പിൽ വലിയ ആഘോഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് പ്രഹ്ലാദ് ജോഷിയുടെ വസതിയാണ്. ഇവിടെയാണ് നിയുക്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉള്ളത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്യുന്നത് ഈ വസതി കേന്ദ്രീകരിച്ചാണ്. ഇവിടെ വലിയ ആഘോഷ പരിപാടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു ഉപരാഷ്ട്രപതി എത്തുമ്പോൾ കഥകളി വേഷം, ചെണ്ട അടക്കമുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വിജയം ആഘോഷിക്കുന്നതിനായി നിലവിൽ ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഈ വസതിയിൽ CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടേക്ക് എത്തിച്ചേരും. പ്രതിപക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടി വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. 60.01% വോട്ടുകൾക്കാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ വോട്ടുകൾ വിജയ ശതമാനം കുറവാണ് എങ്കിൽ പോലും ഇത്തവണയുണ്ടായ കടുത്ത മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു വലിയ വിജയവും ഒപ്പം തന്നെ NDAയുടെ ശക്തി പ്രകടനവുമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് NDA ഉള്ളത്. SKN.